ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. വളരെ കളർഫുള്ളായിട്ട് മനോഹരമായിട്ട് നമ്മളെപ്പോഴും ഫുഡിൽ കാണാറുള്ള ട്യൂട്ടി ഫ്രൂട്ടി. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പച്ച പപ്പായ ആവശ്യമുണ്ട്. ഈ പപ്പായ കുറച്ച് മൂപ്പ് വന്നതാണ് കേട്ടോ, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ പച്ച പപ്പായ തന്നെ എടുക്കുക. ഓമക്കായ എന്നാൽ ഞങ്ങളുടെ ഇവിടെ പറയുക കേട്ടോ. അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും ഓരോ നാട്ടിലും പല പേരിൽ അറിയപ്പെടും. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മളത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ച് വേവിച്ചെടുക്കുക. പപ്പായ അതിലേക്കിട്ട് 3/4 ഭാഗത്തോളം വേവാവണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഊറ്റിയെടുക്കുക. നല്ല കിടന്ന് വെന്തുടയരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പപ്പായ ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് എല്ലാം ഒന്ന് വെള്ളം ഇല്ലാണ്ട് മാറ്റിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിന് വേണ്ട സിറപ്പ് തയ്യാറാക്കണം, ഷുഗർ സിറപ്പ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് പഞ്ചസാര ഇടുക. ഇനി പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നാൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി പഞ്ചസാര എല്ലാ വെള്ളത്തിലൊന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓമക്കായ ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്ക് ഐസ്ക്രീമിലും എല്ലാം ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ട്യൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓമക്കായ ഉണ്ടായാൽ മതി എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഓമക്കായ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ഷുഗർ സിറപ്പിൽ കടന്ന് ആ മധുരം എല്ലാം നമ്മളുടെ ഓമക്കായയിൽ പിടിക്കുന്ന രീതിയിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നിട്ടിങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 3/4 ഭാഗമേ നമ്മളത് വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഈ സിറപ്പിൽ കിടന്ന് ഷുഗറെല്ലാം ഒന്ന് അതിൽ പിടിക്കണം. അങ്ങനെ നമ്മളെ ഷുഗർ സിറപ്പ് ഇങ്ങനെ വറ്റി വരും. വെള്ളമെല്ലാം വറ്റി എല്ലാ മധുരവും ഇതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ വെച്ച വെള്ളത്തേക്കാളും വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളെ വാനില എസൻസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വാങ്ങിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടിയുടെയൊക്കെ ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുകൂടെ ഇളക്കി, ഇനി ഇതും നമ്മൾ പപ്പായയിലൊന്ന് പിടിക്കുന്ന രീതിയിൽ ഈ ഷുഗറെല്ലാം ഒന്ന് വറ്റി വരുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഷുഗർ സിറപ്പ് അതിൽ അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ തിളങ്ങി കാണും. ഇപ്പോൾ നമ്മളുടെ പപ്പായ എല്ലാം മധുരമെല്ലാം പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മളത് ഫ്ലെയിമെല്ലാം ഓഫാക്കി 3 ഗ്ലാസ് വയ്ക്കുക. അപ്പോൾ അത് ആ മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. 3 ഗ്ലാസ്സിലും ഈക്വലായിട്ട് നമ്മൾ ഈ ഒരു പപ്പായ ഇട്ട് കൊടുക്കുക. 3 ഗ്ലാസ്സിലും ഓരോ 3 സ്പൂണും വെച്ച് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 3 കളറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്യൂട്ടി ഫ്രൂട്ടി. ഒന്ന് ഗ്രീന്, റെഡ്, ഓറഞ്ച്. അപ്പോൾ 3 കളറും കൂടിയിട്ട് മിക്സ് ആവരുത്. അപ്പോൾ എന്ത് വേണം, 3 ഗ്ലാസ്സിൽ 3 സ്പൂൺ വയ്ക്കുക ആദ്യം തന്നെ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഓമക്കായ 3ലേക്കും ഇട്ട് കൊടുക്കുക. ഇനി ഓരോ ഗ്ലാസ്സിലും അതാത് കളറുകൾ നമുക്ക് സ്പ്രെഡ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഡ്രോപ്പൊക്കെ വേണ്ടുള്ളൂ കേട്ടോ. കാരണം കൂടുതലാവരുത്. നമ്മൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ട്യൂട്ടി ഫ്രൂട്ടി. ഇപ്പോൾ നമ്മൾ റെഡ്, ഓറഞ്ച്, ഗ്രീന് ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് 3 ഗ്ലാസ്സിലും നമ്മൾ ഡ്രോപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നന്നായിട്ടൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ ഇതൊരു രാത്രി ഫുള്ളായിട്ട് 12 മണിക്കൂർ എന്നാണ് പറയുക. എന്നാലും നമ്മളൊരു രാത്രി ഫുള്ളായിട്ട് ഒരു ദിവസം അങ്ങനെ ഈ ഒരു സിറപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ കളറെല്ലാം അതിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഗ്ലാസ്സിന് അങ്ങനെ വയ്ക്കുക. പിന്നെ ഒന്നും ചെയ്യരുത്. എല്ലാം ഇളക്കി കളറെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ വയ്ക്കുക. കളറൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിൽ കാണാം. അപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടിയിൽ എപ്പോഴും കളർ ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തു. 3 ഗ്ലാസ്സിൽ 3 സ്പൂൺ വയ്ക്കുമ്പോൾ കളറുകൾ തമ്മിൽ മിക്സ് ആവാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഗ്രീന്,
ഓറഞ്ച്, റെഡ്. ഈ 3 കളറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ 3 ഗ്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളങ്ങനെ അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കളറെല്ലാം പിടിച്ച് കഴിയുമ്പോൾ പിറ്റത്തെ ദിവസം, അടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിലോട്ട് 3 കളറിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റണം. കാരണം കളറുകൾ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ 3 ബട്ടർ പേപ്പർ എടുക്കുക. 3 പ്ലേറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. 3 പ്ലേറ്റിലായിട്ട് ഇങ്ങനെ 3 ബട്ടർ പേപ്പർ വെച്ച് 3 കളറും അതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 കളറിലുള്ളതും. കളറുകൾ മിക്സ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒന്നുമില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല വെയിൽ ഉള്ള സമയം നമ്മൾ ആ വെയിലത്ത് വെച്ച് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ചുരുങ്ങിയത് 1-2 ദിവസത്തെ വെയിലെങ്കിലും കൊള്ളണം. അങ്ങനെ വെയിൽ കൊള്ളിച്ച് ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി ഒന്ന് ചുരുങ്ങി വരും. അങ്ങനെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഉണങ്ങി കളർഫുള്ളായിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല ഭംഗിയുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. നന്ദി, നമസ്കാരം.